കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വീണ്ടും അശാന്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ CPM പാർട്ടി ഗ്രാമങ്ങളിൽ RSS വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത്. പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന പരിവാറുകാർ പാർട്ടി ഗ്രാമങ്ങളിലെ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറുന്നു. പാർട്ടി ഗ്രാമങ്ങളിലെ രാഷ്ട്രീയത്തിൽ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ പരിവാറുകാർ ശ്രമിക്കുന്നത് CPMന് തലവേദനയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലവും CPM പാർട്ടി കോട്ടയുമായ ധർമ്മിടത്ത് പലയിടത്തും BJP പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസുകൾ തുടങ്ങിയത് CPMന് വലിയ തിരിച്ചടിയായി മാറി. പാവങ്ങളുടെ പടത്തലവനായ AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ ഈ വരുന്ന 15-ന് BJP പഞ്ചായത്ത് തല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടക്കും. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസാണ് ഉദ്ഘാടകൻ. നേരത്തെ പാർട്ടി അനുഭാവികളായ ഒരു കുടുംബം വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് BJP ഓഫീസ് ഒരുക്കുന്നത്. ഇതിനെ തുടർന്ന് കെട്ടിട ഉടമയുടെ വീടിന് നേർക്ക് ബോംബേറുമുണ്ടായി. ഉദ്ഘാടനത്തിന് ശേഷം BJP ഓഫീസ് തകർക്കുമെന്ന ഭീഷണിയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ വീടായ മാനവീയം സ്ഥിതി ചെയ്യുന്ന 10-ാം വാർഡിലാണ് പുതിയ BJP ഓഫീസ് വരുന്നത്. പെരളശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഇതര രാഷ്ട്രീയ പാർട്ടിക്ക് ഓഫീസ് വരുന്നത്. പെരളശ്ശേരി പഞ്ചായത്തിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലും കോൺഗ്രസുകാർ ശക്തമാണെങ്കിലും അവർക്ക് ഇതുവരെ ഓഫീസ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ നാടായ പാപ്പിനിശ്ശേരിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ മുക്കിനും മൂലയിലും ശോഭയാത്രകൾ നടത്തി സംഘപരിവാറും BJPയും. കാവിക്കൊടിയും അലങ്കാരങ്ങളും ഒക്കെ വ്യാപകമായി അവിടെ ഉയർത്തി. പാർട്ടി കുടുംബങ്ങളിലുള്ളവരും പ്രാദേശിക നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും ശോഭയാത്രയിൽ പങ്കെടുത്തത് CPM നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത് കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർത്തയായിരുന്നു. പാർട്ടി പ്രാദേശിക നേതാവായ ഇവർ വിലക്കിയിട്ടും കുടുംബാംഗങ്ങൾ ശോഭയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇതോടെയാണ് പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇവരെ കരയിൽ എത്തിച്ചത്. തലശ്ശേരി താലൂക്കിൽ നിന്ന് മാറി BJP മറ്റിടങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അക്രമ സാധ്യത വളർത്തിയിട്ടുണ്ട്. ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് CPM. ഇതിന്റെ ഭാഗമായാണ് പെരളശ്ശേരിയിൽ BJP ഓഫീസ് തുടങ്ങാൻ കെട്ടിടം നൽകിയ സ്ത്രീയുടെ വീടിന് ബോംബേറ് നടന്നത്. എന്നാൽ പെരളശ്ശേരിയിൽ നടന്നത് ബോംബേറല്ലെന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും CPM പെരളശ്ശേരി ലോക്കൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30-ഓടെ പെരളശ്ശേരി പള്ളുത്ത് റോഡരികിലെ ഫുട്പാത്തിൽ പടക്കം പൊട്ടിച്ച സംഭവത്തെ CPM പ്രവർത്തകർ ബോംബെറിഞ്ഞുവെന്ന നിലയിൽ BJP വ്യാജ പ്രചാരണം നടത്തുകയാണെന്നാണ് CPM ലോക്കൽ കമ്മിറ്റി പറഞ്ഞത്. എന്തായാലും ഈ സംഭവം CPMനെതിരെ വ്യാപകമായി BJP ആയുധമാക്കിയിരിക്കുന്നുവെന്നും പെരളശ്ശേരി ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറിയാണ് പടക്കം പൊട്ടിയത്. ഇതിനെ BJP ഓഫീസിന് കെട്ടിടം വാടകയ്ക്ക് നൽകിയ ഉടമസ്ഥയുടെ വീടിന് നേരെ ബോംബ് എറിഞ്ഞു എന്ന നിലയിലാണ് BJP മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് എന്നും CPM ആരോപിക്കുന്നു. എന്തായാലും BJP ഈ സംഭവത്തെ, പെരളശ്ശേരിയിലെ ബോംബേറിനെ രാഷ്ട്രീയമായി ആയുധം ആക്കിയിരിക്കുന്നു. ഒരു കാലത്ത് BJP CPM പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു കയറാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ സംഘപരിവാർ CPM പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു കയറാൻ ശ്രമിച്ചതാണ് കണ്ണൂരിനെ രക്തത്തിൽ ഒളിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലാണ് കണ്ണൂരിലെ ചോരയ്ക്ക് അറുതി വന്നിരിക്കുന്നു എന്ന് ജനങ്ങളും പറയുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും BJP CPM പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു കയറാൻ ശക്തമായി ശ്രമിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സംഘർഷത്തിന് ഇടവരുത്തും എന്നുള്ളത് ഉറപ്പാണ്.
എന്തായാലും കണ്ണൂർ വീണ്ടും അശാന്തിയിലേക്ക്.